ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അതിർത്തി മേഖലയിൽ സ്ഥിതി സാധാരണ നിലയിലേക്ക്. മേഖലകളിൽ ശക്തമായ ജാഗ്രത തുടർന്ന് സൈന്യം. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ലോകനേതാക്കൾ. ഉത്തർപ്രദേശ് പ്രതിരോധ വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ നേരത്തെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ലോക മാതൃദിനം. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്ക മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അതിർത്തി മേഖലയിൽ സ്ഥിതി സാധാരണ നിലയിലേക്ക്. ജമ്മുകശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിലവിൽ ഡ്രോൺ, ഷെൽ ആക്രമണങ്ങളോ വെടിവയ്പോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഇന്നലെ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായതിനെ തുടർന്ന് സൈന്യം കനത്ത ജാഗ്രതയിലാണ്. വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ സൈന്യം പ്രകോപനം ആരംഭിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മുതലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. ഉച്ചകഴിഞ്ഞ് 3:35 പാകിസ്ഥാൻ സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യൻ ഡിജിഎംഒയുമായി സംസാരിച്ചിരുന്നു. കര, നാവിക, വ്യോമ മേഖലകളിലെ എല്ലാ വെടിവയ്പ്പുകളും സൈനിക നടപടികളും നിർത്താൻ ഇരുപക്ഷവും ധാരണയായി. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, 3 സേനയുടെ മേധാവികൾ, സംയുക്ത സൈനിക മേധാവി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനെ പ്രശംസിച്ച് ലോക നേതാക്കൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനുള്ള സുപ്രധാന നീക്കമാണിതെന്ന് അവർ അഭിപ്രായപ്പെട്ടു. യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഉൾപ്പെടെയുള്ളവരാണ് വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തത്. ഇന്നലെ ഉണ്ടായ വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ആവർത്തിച്ച് ലംഘിച്ചതായി ഇന്ത്യ. ഈ ലംഘനങ്ങളെ വളരെ ഗൌരവമായി കാണുന്നുവെന്നും സായുധസേന ഉചിതമായ മറുപടി നൽകുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രശ്നം പരിഹരിക്കുന്നതിനും സ്ഥിതി ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുന്നതിനും പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതായും ശ്രീ മിസ്രി അറിയിച്ചു. The understanding arrived at earlier this evening between the Directors General of Military Operations of India and Pakistan. This is a breach of the understanding arrived at earlier today. The armed forces are giving an adequate and appropriate response to these violations, and we take very, very serious notice of these violations. അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷ ശക്തമാക്കി. റെയിൽവേ സ്റ്റേഷനുകൾ, പ്ലാറ്റ്ഫോമുകൾ, ട്രെയിനുകൾ, സ്റ്റേഷൻ യാർഡുകൾ എന്നിവിടങ്ങളിൽ സംശയാസ്പദമായ രീതിയിൽ വ്യക്തികളെയോ ഉപേക്ഷിച്ച നിലയിൽ ബാഗുകളോ കണ്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കണമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി തുടരുന്നതായും എന്നാൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി വിമാന സമയങ്ങളിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. യാത്രക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും വിമാന സമയം സംബന്ധിച്ച് എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിൽ തങ്ങളിൽ നിയുക്തമാക്കിയ ചുമതലകൾ കൃത്യതയോടെയും പ്രൊഫഷണലിസത്തോടെയും വിജയകരമായി നിർവഹിച്ചതായി ഇന്ത്യൻ വ്യോമസേന. ദേശീയ ലക്ഷ്യങ്ങളുമായി യോജിപ്പിച്ച് വിവേകപൂർണമായ രീതിയിലാണ് പ്രവർത്തനങ്ങൾ സേന നടത്തിയത്. പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നതിനാൽ വിശദീകരണം യഥാസമയങ്ങളിൽ നടത്തുന്നതാണെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളിൽ നിന്നും പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും എല്ലാവരോടും വ്യോമസേന അഭ്യർത്ഥിച്ചു. ലഖ്നൌവിൽ ബ്രഹ്മോസ് എയ്റോസ്പേസ് ഏകോപന പരീക്ഷണ സംവിധാനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. മിസൈൽ നിർമ്മാണത്തിന് പുറമെ പരീക്ഷണം, സംയോജനം, എയ്റോസ്പേസ് ഗ്രേഡ് ഘടകങ്ങൾക്കുള്ള മെറ്റീരിയൽ കോംപ്ലക്സ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. വിശദാംശങ്ങളിലേക്ക്. പ്രതിവർഷം 80 മുതൽ 100 വരെ ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കാവുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ കേന്ദ്രം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. 300 കോടി രൂപ ചെലവിൽ പൂർത്തീകരിച്ച ഈ കേന്ദ്രത്തിൽ കര, നാവിക, വ്യോമ മാർഗങ്ങളിലൂടെ വിക്ഷേപിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈലുകളാണ് നിർമ്മിക്കുക. ലക്നൌവിൽ പുതുതായി സ്ഥാപിതമായ ഈ എയ്റോസ്പേസ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയിൽ നിന്ന് പുതുതലമുറ ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കാനാകും. 2018 ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പ്രതിരോധ വ്യാവസായിക ഇടനാഴി സംരംഭത്തിന്റെ പ്രധാന ഭാഗമാണ് ഈ ഉൽപാദന യൂണിറ്റ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
യുവമാധ്യമ പ്രവർത്തകർക്കായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഡിഫൻസ് കറസ്പോണ്ടൻസ് കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 16 വരെ നീട്ടി. കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങളെക്കുറിച്ചുള്ള മൊഡ്യൂളുകൾ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളെന്ന വ്യാജേന നിരവധി ഗെയിമിംഗ് വീഡിയോകൾ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. അത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഡൽഹിയിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ എത്താൻ വേണ്ടി പ്രത്യേക ട്രെയിൻ അനുവദിച്ച് റെയിൽവേ മന്ത്രാലയം. ജമ്മു, ശ്രീനഗർ, ബാരാമുള്ള, പഞ്ചാബ്, ജലന്ധർ, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആഭരണ മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. ലോക്കർ പൊളിച്ചിട്ടില്ലെന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷേത്ര ഭരണസമിതിയുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 13 പവൻ സ്വർണ്ണമാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. ലോകമെമ്പാടും ഇന്ന് മാതൃദിനം ആഘോഷിക്കുന്നു. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച ആചരിക്കുന്ന ഈ ദിവസം അമ്മമാരുടെ സ്നേഹത്തിനും പരിചരണത്തിനും ത്യാഗങ്ങൾക്കും സ്നേഹവും ആദരവും പ്രകടിപ്പിക്കേണ്ട അവസരം കൂടിയാണിത്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. രാജ്യത്തെ സാങ്കേതിക വിദഗ്ധരുടെ സംഭാവനകളെയും ആദ്യത്തെ ഇന്ത്യൻ തദ്ദേശീയ വിമാനമായ ഹൻസ 3യുടെ വിക്ഷേപണത്തെയും ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നു. 1998 ഇതേ ദിവസമാണ് രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ വിജയകരമായി ആണവ പരീക്ഷണം നടത്തിയത്. ജനങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരെ ഇന്ത്യ അഭിവാദ്യം ചെയ്യുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇത്തവണ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ നേരത്തെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രതീക്ഷിച്ചതിനും 5 ദിവസം മുൻപ് ഈ മാസം 27-ന് മൺസൂൺ തീരം തൊടുമെന്നാണ് സൂചന. രാജ്യത്ത് കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സംഭരണികളിലെ ജലനിരപ്പ് മെച്ചപ്പെടുത്താനും നേരത്തെയുള്ള മൺസൂൺ സഹായിക്കാറുണ്ട്. ഇത്തവണത്തെ മൺസൂണിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഒഡീഷ, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇക്കുറി മെച്ചപ്പെട്ട മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്ക മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 40 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 252 റൺസ് എന്ന നിലയിലാണ്. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ച IPL മത്സരങ്ങൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് ചർച്ച നടത്തുമെന്ന് BCCI ഉപാധ്യക്ഷൻ രാജീവ് ശുക്ല. വെള്ളിയാഴ്ചയാണ് IPL നിർത്തിവയ്ക്കാൻ BCCI തീരുമാനിച്ചത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മഹാരാഷ്ട്രയുടെ കുതിപ്പ് തുടരുന്നു. 27 സ്വർണ്ണമടക്കം 74 മെഡലുകളാണ് സംസ്ഥാനം ഇതുവരെ നേടിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ഇന്ന് ഒമാനിൽ ആണവ ചർച്ച നടത്തും. അടുത്തയാഴ്ച 3 അറബ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന US പ്രസിഡന്റ് ടെഹ്റാനുമായി കരാറിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. യുഎസുമായുള്ള ചർച്ചകളിൽ തങ്ങളുടെ ആണവ അവകാശങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരങ്ചി. ഇന്നലെ ദോഹയിൽ നടന്ന 4ാമത് അറബ് ഇറാനിയൻ ഡയലോഗ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്ന് ഒമാനിൽ ആണവ വിഷയത്തിൽ ചർച്ച നടത്തുന്ന സാഹചര്യത്തിലാണ് പ്രസ്താവന. ചൈനയുമായി ഇന്നലെ നടന്ന വ്യാപാര ചർച്ചകളെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സ്വിറ്റ്സർലൻഡിൽ നടന്ന ചർച്ചയിൽ സൌഹൃദപരവും ക്രിയാത്മകവുമായ രീതിയിൽ ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിച്ചതായി ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അൽബേനിയയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി AD റാമ 4ാം തവണയും അധികാരത്തിലെത്തുമോ എന്നത് ഇന്നത്തെ വിധിയെഴുത്തിലൂടെ അറിയാം. 140 പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പിന്റെ ഫലങ്ങൾ നാളെ അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അതിർത്തി മേഖലയിൽ സ്ഥിതി സാധാരണ നിലയിലേക്ക്. മേഖലകളിൽ ശക്തമായ ജാഗ്രത തുടർന്ന് സൈന്യം. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ലോക നേതാക്കൾ. ഉത്തർപ്രദേശ് പ്രതിരോധ വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ നേരത്തെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ലോക മാതൃദിനം. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്ക മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3:20.